പറ്റുമെങ്കിൽ ഫെരാരി കാറിൽ വരാൻ പറ്റുമെങ്കിൽ ലൈഫിൻ്റെ അറ്റത്ത് ഫെരാരി കാറിൽ വരാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞാനല്ലാതെ ഒരിക്കലും ഞാനൊരു പുലയനാണെന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് പോകില്ല ഞാൻ ഒരിക്കലും. സോഷ്യൽ മീഡിയയിൽ എന്നും തരംഗമായിരിക്കുന്ന താരമാണ് വിനായകൻ. നെൽസൺ ദിലീപ് കുമാർ രജനികാന്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ജയിലർ വൻവിജയമായതോടെയാണ് ചിത്രത്തിലെ വിനായകന്റെ പെർഫോമൻസും ഏറെ ചർച്ചയായതാണ്. ജൂനിയർ ആർട്ടിസ്റ്റായി ഇൻഡസ്ട്രിയിലെത്തിയ വിനായകൻ സാക്ഷാൽ രജനികാന്തിന് നേർക്ക് നേർനിൽക്കുന്ന വില്ലനോളമെത്തിയ വളർച്ചയാണ് സോഷ്യൽ മീഡിയ കൊണ്ടാടിയത്. ഒപ്പം സ്ഥിരം തമിഴ് തട്ടുപൊളിപ്പൻ മാസ സിനിമകളിൽ തല്ല് കൊള്ളാനെത്തുന്ന വില്ലൻ എന്ന പതിവ് മാറ്റി വെല്ലുവിളി ഉയർത്തുന്ന ശക്തനായ വില്ലനായാണ് വിനായകൻ എത്തിയത്. ഈ പശ്ചാത്തലത്തിൽ വിനായകന്റെ പഴയ വീഡിയോ വൈറലാവുകയാണ്. പുലയനാണെന്ന് പറഞ്ഞ് ഒരിക്കലും പിറകിലേക്ക് പോകില്ല എന്നും പറ്റുമെങ്കിൽ ഫെരാരി കാറിൽ വന്നിറങ്ങുമെന്നും സ്വർണ്ണ കിരീടം വെക്കുമെന്നുമാണ് വിനായകൻ പറയുന്നത്. ഞാൻ കുറച്ചുകൂടി ഒരു അയ്യങ്കാളി തോട്ടിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. പറ്റുമെങ്കിൽ ഫെരാരി കാറിൽ വരാൻ പറ്റുമെങ്കിൽ ലൈഫിൻ്റെ അറ്റത്ത് ഫെരാരി കാറിൽ വരാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞാനല്ലാതെ ഒരിക്കലും ഞാനൊരു പുലയനാണെന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് പോകില്ല ഞാൻ ഒരിക്കലും. ഞാൻ ഒരു അയ്യങ്കാളി ചിന്ത തന്നെ. പറ്റുമെങ്കിൽ സ്വർണത്തിൻ്റെ കിരീടവും വെക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇത്രയല്ലേ ഉള്ളൂ. 40-43 വയസ്സായി, കുറച്ച് നാളും കൂടിയേ ഉള്ളൂ. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും വൈറലാവുന്നത്. ഞാൻ കുറച്ചുകൂടി അയ്യങ്കാളി ശൈലിയിൽ ചിന്തിക്കുന്ന മനുഷ്യനാണ്. പറ്റുമെങ്കിൽ ഫെരാരി കാറിൽ വരാമെന്നുള്ളതാണ് എന്റെ ചിന്ത. പുലയനാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പിറകിലേക്ക് പോകില്ല. പറ്റുമെങ്കിൽ സ്വർണത്തിന്റെ കിരീടവും വെക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്നാണ് വീഡിയോയിൽ വിനായകൻ പറയുന്നത്. അയാൾ ഒരു നാൾ സ്വർണത്തിന്റെ കിരീടവും വെച്ച് ഫെരാരി കാറിൽ വന്നിറങ്ങും എന്ന ക്യാപ്ഷനോട് കൂടിയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പ്രചരിക്കുന്നത്. താര ഇമേജിനൊപ്പം എന്നും വിവാദങ്ങളുടെ കൂടി താരമാണ് കുറച്ചു കാലമായി വിനായകൻ.